നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഭാവി എന്താകും? ഈ സീസണിൽ ഇനി അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ കളിപ്പിക്കുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. എന്നാൽ അദ്ദേഹം അവിടെ തന്നെ തുടരും. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന അൽ ഹിലാൽ ടീം പൊളിച്ചടുക്കിയ പ്രകടനം നടത്തും എന്ന് ഇപ്പോൾ ഖാലിദ് കൂലിബലി പറയുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, നമ്മുടെ ടീം ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പെർഫോമൻസ് നടത്തും വിത്ത് പ്രസൻസ് ഓഫ് എലൈറ്റ് പ്ലെയേഴ്സ് ലൈക്ക് നെയ്മറെ പോലെയുള്ള, റൂബൻ നെവസിനെ പോലെയുള്ള, കൻസെലയെ പോലെയുള്ള അതുപോലെയുള്ള മറ്റ് താരങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തും എന്നാണ് ഖാലിദ് കൂലിബലി ഇപ്പോൾ പറയുന്നത്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ അവിടെ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് കാലാവധി കഴിയുന്നത് വരെ അൽ ഹിലാലിൽ തന്നെ തുടരും. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കൂലിബലിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം അഴിയാതെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നെയ്മർ വിൽ റിമൈൻ ഓൺ ദി ഏഷ്യൻ സ്ക്വാഡ് ഓൺലി എന്നതാണ് റിപ്പോർട്ട്. അതായത് നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ലോധി തന്നെ കളി അവിടെ തുടരും. അതേസമയം നെയ്മർ ജൂനിയർ AFC ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായിരിക്കും കളിക്കുക എന്നതാണ് അവരുടെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും നെയ്മർ ജൂനിയറുടെ പ്രോഗ്രസ്സിന് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. കാരണം മാസത്തിൽ 2 കളി മാത്രം കളിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ഗെയിം റിതമാണ് അടുത്ത 6 മാസത്തിന് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്? അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഏതാണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.